എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആകാശത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അറിയാതെ സത്യം പറഞ്ഞാൽ 250 രൂപ അല്ല അധികം ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. 1000 രൂപ കൊടുത്താലും ഓക്കെയാണ്. പൂന്തോട്ടത്തിൽ എന്താണ് 4 വണ്ടികൾക്ക് കാര്യം? വെൽക്കം ബാക്ക് ടു അമേസിംഗ് മൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടത്തിന്റെ അരിയിലേക്കാണ്. അപ്പൊ പോകാൻ നിങ്ങൾ റെഡിയാണോ? ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ കുളിക്കാൻ വേണ്ടി? GK, ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, കേറി നോക്കട്ടെ എന്നിട്ട് പറയാം. അതെ, കേറി നോക്കിട്ട് എന്താന്നുള്ളതേ നമുക്ക് നോക്കിട്ട് പറയാം. അപ്പൊ നമ്മൾ കേറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ 2 പേരും കൂടി ഇപ്പൊ വരും. അപ്പൊ അവരും കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനകത്ത് കയറുന്നതായിരിക്കും. ഇതിനകത്ത് കയറിയാൽ വെള്ളച്ചാട്ടവും കാണാം, അത്താഴവും കഴിക്കാം. വെള്ളച്ചാട്ടത്തിനൊപ്പം കടൽ കാഴ്ചകളുടെ സൗന്ദര്യവും ആമസോൺ കാടിന്റെ വന്യതയും ശലഭോദ്യാനവും ഉൾപ്പെടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കോർത്തിണക്കിയാണ് ഇവിടെ ഇവർ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്കായി ഒരു വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ പോസ്റ്റ് ആക്കിയതിന് ശേഷം ഇവന്മാര് 2 പേരും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്കാണ് ആശ്രമ മൈതാനത്ത് അനുഭവപ്പെടുന്നത്. അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടത്തിന് 170 അടി നീളവും കൂടിയുണ്ട്. ഇത്തരത്തിൽ 2 വെള്ളച്ചാട്ടങ്ങളാണ് ഇരുവശങ്ങളിലായി ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഈ ഉയരത്തിൽ നിന്നും കടൽ പോലെ ഇരമ്പി വരുന്ന വെള്ളം കാരുകളിലേക്ക് ഒഴുകിയെത്തി മാഞ്ഞു പോകുന്ന അവസ്മരണീയമായ കാഴ്ച നമുക്ക് അനുഭവിച്ചറിയാം. രാത്രി ഇവിടെ നമുക്ക് ഫുൾ വൈബ് ഓൺ ആയിരിക്കും. DJയും ഡാൻസും മറ്റ് കലാപരിപാടികളെല്ലാം ഇവിടെ ഉണ്ട്. രാത്രിയായാലും മ്യൂസിക്കിന്റെ തീമിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിന്റെ നിറങ്ങളൊക്കെ മാറും. അപ്പം അതൊരു പുത്തൻ അനുഭവമായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക്. ഇത് നമ്മുടെ സുഹൃത്ത് അർഷാദ് ബ്രോ ആണ് ഈ ഒരു ഫെസ്റ്റിന്റെ മാർക്കറ്റിംഗ് മേധാവി. ഇദ്ദേഹമാണ് നമുക്ക് ഇതിനകത്ത് കയറി ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു പെർമിഷൻ തന്നത്. നമ്മളിനി അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി ഈ കാണുന്നതാണ് സ്കൈ ഡൈനിങ്. കൊല്ലംകാർക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും. കൂറ്റൻ യന്ത്രത്തിൽ 135 അടി ഉയരത്തിൽ ആകാശത്ത് തൂങ്ങി നിൽക്കുന്ന പേടകത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് വെള്ളച്ചാട്ടവും കൊല്ലത്തിന്റെ സൗന്ദര്യവും ആസ്വദിക്കാം. ഭക്ഷണ വിഭവങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി നിർത്തിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന്
രുചിക്കുന്നതിലൂടെ ഭക്ഷണവും സാഹസികതയും ഒത്തുചേരുന്ന ഒരു അനുഭവമാണ് സ്കൈ ഡൈനിങ്. അങ്ങനെ ഞങ്ങൾ ആകാശത്തിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് guys. പേടിയുണ്ടോ? പതിനാറ് സീറ്റുകളുള്ള സ്കൈ ഡൈനിങ് ആണ് ഇവർ നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 2 ജീവനക്കാരുണ്ട്. അവരൊക്കെ തന്നെയാണ് നമുക്ക് ഫുഡ് സർവ് ചെയ്യുന്നതും. അത് മാത്രമല്ല, നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടിക്കറ്റ് ചാർജ് ചെയ്തത് 1000 രൂപ കൊടുത്താലും ഓക്കെയാണ്. ബ്രോ പേരെന്താ? ഓക്കെ. സ്ഥലം ഇവിടെ കൊല്ലത്താണോ? കൊട്ടാരക്കര. ഓക്കെ. പേടിയുണ്ടോ? ഒരു പേരെന്തോ? ആരോണല്ലേ? സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് കൊല്ലത്ത് നഗരക്കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആകാശത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് മതിയാതെ. സൂപ്പർ എക്സ്പീരിയൻസ്. കാരണം എനിക്ക് ആദ്യം കയറാൻ പേടിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേടിയൊക്കെ മാറി. സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഫുൾ ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. ഗ്രൗണ്ട് ഫുൾ ഞാൻ ആദ്യമായിട്ടാ നമ്മുടെ ഈ കൊല്ലം ഇങ്ങനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാ അങ്ങനെ നമ്മളൊരു 15-20 മിനിറ്റ് നമ്മൾ ആകാശത്ത് ചെലവഴിച്ചതിന് ശേഷം നമ്മൾ താണ്ട താഴെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കിട്ടിയത്. 250 രൂപയെ ടിക്കറ്റ് ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും കിട്ടുക. ഇനി നമ്മൾ അടുത്തതായിട്ട് കയറാൻ പോകുന്നത് പക്ഷികളുടെ പാർക്കിലേക്കാണ്. 60ഓളം ഇനത്തിൽപ്പെട്ട വെറൈറ്റി പക്ഷികൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പക്ഷികൾ ഒരു സ്ഥലത്ത് കാണുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്.
പക്ഷികളെ പാർക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പക്ഷികളെ പാർക്കിനെ കുറിച്ച് പറയാനുള്ളത് വെറൈറ്റി ആയിട്ട് ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. നോക്കി നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ കുറെ പക്ഷികൾ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് വലിയൊരിതായി തന്നെ. അടിപൊളിയല്ലേ? അഞ്ജലി, പക്ഷികളെ പാർക്കിനെ കുറിച്ച് എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത്? ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ എല്ലാം കൂടി ഇങ്ങനെ പറന്ന് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നു. അത് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ജിക്ക് പൊളിയല്ലേ? ₹100 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താണ്ട് ഇതേപോലുള്ള അനിമൽസിനെയൊക്കെ എടുത്ത് തോളിലിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ അനിമൽസ് മാത്രമല്ല, വേറെ അനിമൽസും ഇവിടെ ഉണ്ട്. നമ്മുടെയൊക്കെ പേടിയൊക്കെ മാറുന്നതിന് ഇത് ഉപകാരപ്പെടും. കുഞ്ഞു കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സൂര്യകാന്തി തോട്ടമാണ് ഇവർ ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. അതിനായിട്ട് ഇവർ കുറേ ഫോട്ടോ പോയിന്റുകൾ നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിനെ കാണാൻ വണ്ടൊക്കെ ഉണ്ട്. സുന്ദരവാണ്ടിപുരത്തൊക്കെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഈ ഒരു സൂര്യകാന്തി പൂത്തോട്ടത്തിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയതല്ലേ? ഒരു അടിപൊളി ഫീൽ ചെയ്യുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം. പൂന്തോട്ടത്തിൽ എന്താണ് 4 വണ്ടികൾക്ക് കാര്യം? അതല്ലേ? പൂന്തോട്ടമൊക്കെ ആസ്വദിച്ച് നമ്മൾ കയറി ചെല്ലുന്നത് മെർമെയ്ഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ താണ്ട നമുക്ക് മത്സ്യകന്യകനെയും മത്സ്യകന്യകയും നമുക്ക് കാണാൻ പറ്റും. അവിടെ മത്സ്യകന്യകനാണെങ്കിൽ അവിടെ മത്സ്യകന്യകയാണ്. ഈ പ്രാവശ്യം പ്ലെയിൻ മേടിച്ചിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ പോയിന്റുകളാണ്. അതിനായിട്ട് ഇവിടെ ഒരു വലിയ പായ്ക്കപ്പലൊക്കെ അവർ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് 100ഓളം ഷോപ്പുകളാണ്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എല്ലാം നല്ല വിലക്കുറവിൽ കൂടിയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ട്, 100ൽ പരം ഷോപ്പുകളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. നമ്മളങ്ങനെ ഫെസ്റ്റൊക്കെ കണ്ട് നടന്ന് കുഴഞ്ഞു വരുമ്പോൾ അതാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് സമുച്ചയമാണ് അവർ നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനിയുള്ളത് നമ്മളെ എല്ലാവരെയും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന റൈഡുകളാണ്.
അഞ്ജലി നമ്മൾ എന്തൊക്കെ കണ്ടു? ഞാനാണെങ്കിൽ വാട്ടർഫോൾസ് കണ്ട് വണ്ടർ വാട്ടർഫോൾസ് കണ്ട്, പിന്നെ അതുപോലെ സ്കൈ ഡൈനിങ് കണ്ട്, പിന്നെ എനിക്ക് ബേർഡ്സിന്റെ അവിടെ ഇഷ്ടപ്പെട്ടു, പിന്നെ കുറെ ഫ്ലവേഴ്സിന്റെ സെഷൻ ഉണ്ടായിരുന്നു, അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എങ്ങനെയുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ട്. ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ സ്കൈ ഡൈനിങ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർഫാൾസ് അടിപൊളിയായിരുന്നു. മത്സ്യകന്യ ഏറ്റവും എടുത്തു വേണ്ടത് മത്സ്യകന്യയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറെ 2-3 നല്ല സ്ത്രീകളായ മത്സ്യകന്യകമാരും കന്യകന്മാരും ഉണ്ടായിരുന്നു. മത്സ്യകന്യകനും ഉണ്ടായിരുന്നു. നല്ലൊരു നല്ല രസമായിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഇതെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വന്ന് ഈ ഒരു ഫെസ്റ്റ് കണ്ടിരിക്കണം. കൊല്ലംകാർ കണ്ടിരിക്കേണ്ട ഒരു ഫെസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിത്തരുന്നതായിരിക്കും. അപ്പോൾ പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്.